നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നീണ്ട നാടകങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും ഒടുവിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നു. അതിന് തൊട്ടു പിന്നാലെ മറ്റൊരു സുപ്രധാന തീരുമാനവും പുറത്തു വന്നു. പ്രതിപക്ഷ നേതാവായി സഖാവ് പിണറായി വിജയൻ ഇനി പ്രതിപക്ഷത്തെ നയിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ഉയർത്തിക്കാട്ടിയ ഒരേ ഒരു മുഖം സഖാവ് പിണറായി വിജയൻ. മത്സരം നയിച്ചത് പിണറായി വിജയൻ. കഴിഞ്ഞ 10 കൊല്ലം കേരളം ഭരിച്ചത് പിണറായി വിജയൻ. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കേരള ജനത LDFന് സമ്മാനിച്ചതാകട്ടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണം കെട്ട തോൽവി. വീണ്ടും LDFനെ നയിക്കാൻ പ്രതിപക്ഷ നേതാവായി ശ്രീ പിണറായി വിജയൻ തന്നെ നിയോഗിക്കപ്പെടുമ്പോൾ അത് നൽകുന്ന സന്ദേശങ്ങളും സൂചനകളും എന്താണ്? പരിശോധിക്കാം എൻ്റെ നിരീക്ഷണത്തിലൂടെ. എന്തായിരുന്നു LDFന്റെ കനത്ത തോൽവിക്ക് കാരണം? ആരൊക്കെയാണ് ഈ ദയനീയ പരാജയത്തിന് കാരണക്കാർ? ഇതൊരു സാധാരണ തോൽവി ആയിരുന്നില്ല, ഒരു അസാധാരണ തോൽവി എന്ന് തന്നെ പറയാം. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സ്വന്തം മണ്ഡലത്തിൽ ആദ്യത്തെ ഓരോ റൗണ്ടിലും വോട്ടെണ്ണുമ്പോൾ പുറകോട്ട് പോകുന്ന കാഴ്ച, വിയർക്കുന്ന കാഴ്ച. ഒടുവിൽ വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ മുൻപത്തെ ഭൂരിപക്ഷം നന്നേ കുറഞ്ഞ് ജയിച്ച് വന്ന കാഴ്ച. 13 മന്ത്രിമാർ തോൽക്കുന്ന കാഴ്ച. സിറ്റിംഗ് MLAമാർ തങ്ങളുടെ സ്വന്തം മണ്ഡലങ്ങളിൽ കടപുഴകി വീഴുന്ന കാഴ്ച. ജയിക്കുമെന്ന് വിലയിരുത്തിയിരുന്ന സകല മണ്ഡലങ്ങളിലും തോൽവി. കഷ്ടിച്ച് LDFൽ കടന്നുകൂടിയവരാകട്ടെ 35 സീറ്റുകളിൽ ഒതുങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്ക് കോട്ടകൾ തകർന്നു. സഖാക്കൾ പോലും UDFന് വോട്ട് മറിച്ചുകുത്തി. കണ്ണൂരിൽ വിഭാഗീയത മറനീക്കി പുറത്തു വന്നു. നേതൃത്വത്തിന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്ത കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്ത പാർട്ടി കുലംകുത്തികൾ എന്ന് ചാപ്പകുത്തി പുറത്താക്കിയ വിമതർ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറി. അങ്ങനെ മൊത്തത്തിൽ പാർട്ടിക്ക് അടിപതറി. കഴിഞ്ഞ 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയന്റെ മുഖം തന്നെ ആയിരുന്നു ഇത്തവണ തിരഞ്ഞെടുപ്പ് നേരിടുമ്പോഴും. പിണറായി വിജയൻ എന്ന ഒരേ ഒരു നേതാവ്. പാർട്ടി മൂന്നാമതും ജയിച്ചാൽ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. പാർട്ടിയെ നയിക്കാൻ യോഗ്യരായ നേതാക്കൾ ഇനിയില്ല എന്ന് ജനം വിലയിരുത്തി. ഒന്നാമതായി, പ്രായപരിധികളിൽ ഇളവുകൾ നൽകിക്കൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശൈലികൾ താൻ ഒരു ഏകാധിപതി ആണ് എന്ന പ്രതീതി ജനങ്ങളിൽ ഉളവാക്കി കഴിഞ്ഞിരുന്നു. മാത്രവുമല്ല, ഒരു ഭരണമാറ്റ വികാരം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതുമാണ്. അപ്പോഴാണ് വീണ്ടും ഭരിക്കാൻ പിണറായി തന്നെ എന്ന മട്ടിൽ എവിടെയും കട്ടൗട്ടുകളും പോസ്റ്ററുകളും പരസ്യങ്ങളും. മുഖ്യമന്ത്രിക്ക് അകമ്പടിയായി 25-30 വണ്ടികൾ, ആംബുലൻസും ഫയർഫോഴ്സും ഉൾപ്പെടെ നീണ്ട നിര. ഗതാഗത നിയന്ത്രണങ്ങൾ. നാട്ടുകാർ പൊറുതിമുട്ടി പിണറായി വിജയനെ സ്മരിക്കുന്ന അവസ്ഥ. ഇതിലും നല്ലത് ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്നത് ആയിരുന്നു. ഇത്രത്തോളം ചെലവും വരില്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുമില്ല. കരിങ്കൊടി പ്രതിഷേധം ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. SFI, DYFI പ്രസ്ഥാനങ്ങളും അതൊക്കെ നടത്താറുമുണ്ട്. കനൽ എരിയും സമരപദങ്ങൾ കയറി വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ കറുപ്പ് നിറം ഇത്രത്തോളം അസ്വസ്ഥനാക്കുന്നത് ഇത് ആദ്യമായിരിക്കും. കറുപ്പ് വസ്ത്രം ധരിച്ചു പോകുന്നവരെയും എന്തിന് വെയിലത്ത് കുടചൂടി പോകുന്നവരെയും ഒക്കെ പോലീസ് പൊക്കുന്ന കാഴ്ച, തലതല്ലിപ്പൊളിക്കുന്ന കാഴ്ച, രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ് മുൻ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്ന കാഴ്ച. കടക്ക് പുറത്ത് കുലംകുത്തികൾ, നികൃഷ്ടജീവി, ഡാഷ് മോനെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ച പാർട്ടി പ്രവർത്തകനോട് അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. പ്രസംഗത്തിനിടെ മൈക്കിനോട് അരിശം. പത്രസമ്മേളനം വിളിച്ച് തനിക്ക് പറയാനുള്ളത് മാത്രം പറയുക. മാധ്യമ പ്രവർത്തകരുടെ 3 ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയുക. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതാകട്ടെ പാർട്ടി ചാനലും അല്ലെങ്കിൽ പാർട്ടി അനുകൂല ചാനലുകളും. അതും ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ളതുമായിരിക്കും. അങ്ങനെ പിണറായി വിജയൻ എന്ന ജനപ്രിയ നേതാവ് ജനമനസ്സുകളിൽ നിന്നും വല്ലാതെ അകന്നു. കോൺഗ്രസ് പാർട്ടിയിലെ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടയിൽ LDFന് ഏറ്റ കനത്ത പരാജയം ചർച്ച ചെയ്യപ്പെടാതെ പോയി. കനത്ത പരാജയം ഏറ്റുവാങ്ങിയത് പാർട്ടി അറിഞ്ഞില്ല എന്ന് തോന്നുന്നു.
അല്ലെങ്കിൽ പിന്നെ LDF-നെ നയിച്ച് അത്യുഗ്രൻ തോൽവി ഏറ്റുവാങ്ങിയ സഖാവ് പിണറായി വിജയനെ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവ് ആക്കുമായിരുന്നില്ലല്ലോ. സ്വജനപക്ഷപാതം കാണിച്ച മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഈ തോൽവിയുടെ ഉത്തരവാദിത്തമുള്ള ഗോവിന്ദൻ മാസ്റ്ററെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുമായിരുന്നില്ലല്ലോ. മറ്റു സംസ്ഥാനങ്ങളിൽ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ നയിച്ച നേതൃത്വവും നേതാക്കളും ഏറ്റെടുക്കുമ്പോൾ ഇവിടെ തോൽവിക്ക് കാരണമായവർ വീണ്ടും പാർട്ടിയെ നയിക്കാൻ വരുന്ന അമ്പരിപ്പിക്കുന്ന കാഴ്ച. ഇനി അവശേഷിക്കുന്ന കനൽത്തരികളെ കൂടി എന്നേക്കുമായി അവസാനിപ്പിക്കുവാൻ ഇവർ അച്ചാരം വാങ്ങിയിട്ടുണ്ടോ എന്നുകൂടി സംശയിച്ചു പോകും. ഒരു കൂട്ടം നേതാക്കളുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ സഖാക്കൾ പാർട്ടിക്കെതിരെ തിരിഞ്ഞു. കണ്ണൂരിലും പാർട്ടി നേരിട്ടത് കടുത്ത പരാജയം. പാർട്ടി നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നവരെയും പാർട്ടിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെയും കുലം കുത്തി ചാപ്പകൾ ചാർത്തി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാൽ പാർട്ടിയിൽ അവശേഷിക്കുന്നത് ഒരു കൂട്ടം നേതാക്കൾ മാത്രമായിരിക്കും. പാർട്ടി അണികളുടെയും സഹയാത്രികരുടെയും ജനങ്ങളുടെയും വികാരങ്ങൾ കണക്കിലെടുക്കാതെ അവരെ നോക്കി പുലഭ്യം പറയുകയല്ല വേണ്ടത്. ഈ തോൽവിയിൽ നിന്നും നിങ്ങൾ ഒരു പാഠവും പഠിച്ചില്ല എന്നതിന് ഉദാഹരണമാണ് വെറുക്കപ്പെട്ടവർ തന്നെ വീണ്ടും പാർട്ടിയെ നയിക്കുന്നത്. കണ്ണൂർ ലോബിയുടെ കയ്യിൽ തന്നെ വീണ്ടും പാർട്ടിയുടെ കടിഞ്ഞാൺ. പാർട്ടിയുടെ ഇനിയുള്ള നിലനിൽപ്പിനെ ഇത് എത്രത്തോളം ബാധിക്കുമെന്ന് കാത്തിരുന്നു കാണണം. പാർട്ടിയെ നയിക്കാൻ KN ബാലഗോപാലിനെ പോലെയുള്ള നേതാക്കൾ ഉള്ളപ്പോൾ അതിന് ഈ പാർട്ടിയിൽ യോഗ്യൻ പിണറായി വിജയൻ മാത്രമാണ് എന്ന് വരുത്തി തീർക്കുന്നത് തികച്ചും പരിഹാസ്യമാണ്. പിണറായിയോടുകൂടി പാർട്ടി നശിക്കണമെന്നാണോ എന്തോ? ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾക്കും പുല്ലുവില. ഒരു പാർട്ടി പോളിറ്റ് ബ്യൂറോ ഉണ്ട്. എവിടെയാണോ എന്തോ? സഖാവ് MA ബേബി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഒന്നും നടന്നില്ല. ഇനി നടക്കുമോ എന്ന് അറിയുകയുമില്ല. പാർട്ടിയുടെ ഈ ദുരവസ്ഥ കാണുമ്പോൾ മാറി നിന്ന് നെടുവീർപ്പെടുവാനേ പാർട്ടിയെ സ്നേഹിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് കഴിയുകയുള്ളൂ. അടുത്ത 100 വർഷം കൂടി സഖാവ് പിണറായി തന്നെ പാർട്ടിയെ നയിക്കട്ടെ. പാർട്ടി എന്നാൽ പിണറായി വിജയൻ. പിണറായി അല്ലാതെ വേറെ ആര്? യോഗ്യത ഉള്ളവർ വേറെ ആരും തന്നെ ഇല്ല. തൻ്റെ പദവികൾ നഷ്ടപ്പെട്ടാൽ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ തൻ്റെയും കുടുംബത്തിൻ്റെയും പുറകെ കൂടും എന്ന ഭയമായിരിക്കാം ഈ അനാരോഗ്യ വേളയിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ പിണറായി വിജയനെ പ്രേരിപ്പിക്കുന്നത്. കനത്ത പോലീസ് അകമ്പടികളില്ല, ആംബുലൻസും ഫയർഫോഴ്സുമില്ല. ചോദ്യങ്ങൾ ചോദിച്ച് കൂടെ കൂടുന്ന മാധ്യമ പ്രവർത്തകർ. ഇതിനോടൊക്കെ ഇദ്ദേഹം എങ്ങനെ പൊരുത്തപ്പെടുമോ ആവോ? പുതിയ ഒരു നിരീക്ഷണവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.